ഫിഫ വേൾഡ് കപ്പിൽ പ്രീ ക്വാർട്ടർ മത്സരങ്ങളിലേക്കാണ് ഇനി കടക്കുന്നത്. വലിയ വമ്പൻ ടീമുകളൊക്കെ മാറിക്കഴിഞ്ഞു. എന്തായാലും ഇനിയിപ്പോൾ അവസ്ഥ എന്തായിരിക്കും എന്താണ് അടുത്ത ഭാവി എന്തായിരിക്കും? ആരായിരിക്കും കപ്പ് കൊണ്ടുപോകുക? കപ്പ് അർജന്റീന പൊക്കും. ഫ്രാൻസാണ് പൊക്കുന്നത്. ബിക്കോസ് അവർക്ക് ഇപ്പൊ നല്ല അറ്റാക്ക് ഉണ്ട്. ഒലീസ, എംബാപ്പെ, ഡെംബെലെ ഇവരൊക്കെ നല്ല സൂപ്പർ സ്റ്റാർസ് ആണ്. ഡെപ്ത് ഉണ്ട്. അത് നല്ലപോലെ നല്ല ടീമുമാണ്. അവര് ഫൈനലിൽ കയറി എടുക്കണമെന്നാണ് ആഗ്രഹം. ഇപ്പം ബ്രസീൽ പോയി, പോർച്ചുഗൽ പോയി. ഇപ്പം അവരൊക്കെ ആ ഫാൻസുകാരൊക്കെ ആരെ സപ്പോർട്ട് ചെയ്യുന്നു? ഞങ്ങള് പോർച്ചുഗൽ ഫാൻസൊക്കെ ഫ്രാൻസിന്റെ കൂടെ ആയിരിക്കും. എംബാപ്പെ ഫാനായുണ്ട് ഫ്രാൻസിന്റെ കൂടെ ആയിരിക്കും. പിന്നെ അർജന്റീന ഫാൻസ്. ഞാൻ പോർച്ചുഗല. ഏറ്റവും കൂടുതൽ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോർച്ചുഗലായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നടന്നില്ല. അത് ഇപ്പോ ഇംഗ്ലണ്ട്, ഫ്രാൻസ് ജയിക്കണമെന്ന് തന്നെയാണ്. സെയിം തിങ്. ഫ്രാൻസ് ജയിക്കാൻ. ഈ മത്സരം ഇപ്പം ഇനിയിപ്പോ അടുത്തൊരു ഏതാണ്ട് 8 ടീമുകളാണ് ഉള്ളത്. അപ്പൊ അവരില് ഇനിയിപ്പോ അടുത്ത മത്സരത്തിലൊക്കെ എന്തായിരിക്കും? അടുത്ത ഏത് മത്സരം? ഇന്നുണ്ട്, നാളെ ഉണ്ട്. ഫ്രാൻസും മൊറോക്കോയും ഫ്രാൻസ് ജയിക്കത്തേ ഉള്ളൂ. അത് നല്ല ഫോമിലാണ്. ഇംഗ്ലണ്ടും നോർവേയും ഇംഗ്ലണ്ട് ആയിരിക്കും ജയിക്കാൻ പോകുന്നത്. നല്ല ടീമൊക്കെയാണ്. ഫൈനലിൽ ആരൊക്കെ വരും? ഒന്നീ ഫ്രാൻസ് വരും, അർജന്റീന വരും, നോർവേ വരും. പിന്നെ ചിലപ്പോ രണ്ടുപേര് പിന്നെയും 2022 പോലെ അർജന്റീന ഫ്രാൻസും വരുന്നതായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നത്. എംബാപ്പെ ഒരു ഹാട്രിക് അടിച്ചിട്ടേ പോത്തുള്ളൂ. മെസ്സി നമുക്ക് നോക്കാം. മെസ്സി അത്ര ഫോമിലല്ലെന്നേ പറയത്തുള്ളൂ. ഡിഫൻസ് ആണെങ്കിലും കുറച്ച് മോശമായി പോയി കഴിഞ്ഞ പ്രാവശ്യത്തെ കാട്ടി. മറ്റുള്ളവരും ഒരു പിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടേ പോകത്തുള്ളൂ. മെസ്സി നന്നായിട്ട് കളിച്ചാൽ ജയിക്കും. പക്ഷെ ഫ്രാൻസ് ജയിക്കത്ത് മിക്കാറും. എംബാപ്പെ അത്ര ഫോമില്. എംബാപ്പെ ഇല്ലെങ്കിലും ഒലീസ്, ഡെംബലെ രണ്ടുപേരുണ്ട്. അവരുടെ ഡിഫൻസ് എല്ലാ പ്ലേയേഴ്സും നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ ഫ്രാൻസിനാ ചാൻസ് ഉള്ളൂ. ഇവിടുത്തെ ഇപ്പം ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളത് ഏത് ടീമിനാ? അങ്ങനെ പോർച്ചുഗൽ, അർജന്റീന. നമ്മൾ പോർച്ചുഗലെ പറയുന്നത്. പോർച്ചുഗൽ എന്തായാലും മാറി. അപ്പൊ ഈ പോർച്ചുഗലുകാർ എല്ലാരും കൂടെ ഫ്രാൻസിലേക്ക് മാറിയല്ലേ? എംബാപ്പയുടെ ഐഡലാണ് റൊണാൾഡോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ പൊതുവെ അങ്ങനെ നോക്കി പോയതാ. എംബാപ്പെ ജയിച്ചാലും കുഴപ്പമില്ല, മെസ്സി ഒന്നും വരരുതെന്നാണ്. ഒട്ടുമേ കുഴപ്പമില്ല. പക്ഷെ എംബാപ്പെ എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. ബാലൻഡിയോറും ഡെംബലെ എടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എംബാപ്പയ്ക്ക് തന്നെയാണ്. എംബാപ്പയ്ക്ക് ഫ്രാൻസിനൊക്കെ തന്നെ. ഡെംബലിലേക്ക് നല്ല കളിക്കുന്ന ആളാണ്. അവരാണ് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പം ഈ മറ്റ് ടീമുകളുണ്ടല്ലോ, വേറെ ആരൊക്കെ ഇനിയിപ്പോ കളിക്കാനുള്ളത്? ഈ മൊറോക്കോ, നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഇംഗ്ലണ്ട്, ബെൽജിയം, സ്പെയിൻ ഇവരെ കിടപ്പുണ്ട്. എന്തായാലും ഫൈനൽ മത്സരത്തിൽ പിന്നെ ഫ്രാൻസ് കൊണ്ടുപോകുന്നതിന്റെ നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എന്തായാലും മത്സരം ഏതാണ്ട് ഫൈനലിലോട് എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഫ്രാൻസ് തന്നെ കൊണ്ടുപോകുമെന്നാണ് ഇവരെല്ലാം പറയുന്നത്. എന്തായാലും അർജന്റീന ഫാൻസുകാരും കൂടുതലാണ്. പോർച്ചുഗലും ബ്രസീലും ഒക്കെ മാറിയപ്പോഴത്തേന് ആ ഫാൻസുകാരും നേരെ ഫ്രാൻസിലെ ടീമിലേക്ക് മാറിയെന്ന് വേണം പറയാൻ. ക്യാമറമാൻ രതീഷ് മൺവിൽസിനൊപ്പം കണ്ണൻ ദേവ്, അമൃത ന്യൂസ്, പത്തനംതിട്ട.